സത്യത്തിൽ MTയുടെ പ്രസ്താവന മുഖ്യമന്ത്രി കരണക്കുറ്റിക്കേറ്റ പ്രഹരമാണ്. കരണക്കുറ്റി കൊടുത്ത അടിപൊളിയാണ്. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എത്രമാത്രം ശക്തമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ, എഴുത്തുകാരൻ ശ്രീമാൻ MT വാസുദേവൻ നായരുടെ പ്രസംഗവും പ്രതികരണവും. അദ്ദേഹം ഇന്നലെ പരസ്യമായിട്ട് മുഖ്യമന്ത്രിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിർഭയമായിട്ട് അവിടെ അവതരിപ്പിച്ചത്. എന്താണോ കാലിക കേരളം മുഖ്യമന്ത്രിക്കും അതുപോലെ LDF ഗവൺമെൻറ്റിനും എതിരായി ചർച്ച ചെയ്യുന്നത്, അത് നല്ല ഭംഗിയായിട്ട് ബഹുമാന്യനായ MT വാസുദേവൻ നായർ ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സർവാധിപത്യത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, ജനസേവനം, രാഷ്ട്രീയ പ്രവർത്തനം ജനസേവനമാകണമെന്ന സങ്കല്പം കുഴിച്ചു മൂടപ്പെട്ടു എന്ന് പരിതപിക്കുകയുണ്ടായി. മാത്രമല്ല വ്യക്തിപൂജയെക്കുറിച്ച് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് മഹാനായ MTയെ പോലെയുള്ള ബഹുമാന്യനായ വ്യക്തിത്വം, മുഴുവൻ സമൂഹവും ആദരിക്കുന്ന അംഗീകരിക്കുന്ന വ്യക്തിത്വം ഇത്തരമൊരു പ്രതികരണം നടത്തിയപ്പോൾ ഇത് ഉൾക്കൊള്ളാനും തെറ്റുതിരുത്താനും തയ്യാറാകും എന്ന് മുഖ്യമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. കാരണം നമ്മുടെ ശ്രീ MTയുടെ ഈ പ്രസംഗത്തിൽ അതും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുന്ന പതിവ് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മഹാരഥന്മാർക്ക് ഇല്ലെന്നും EMS നമ്പൂതിരിപ്പാടിന് അതുണ്ടായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇത്തരമൊരു വളരെ വ്യക്തതയോടുകൂടിയിട്ട് വ്യക്തിപൂജയെക്കുറിച്ച് MT സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മുഴുവൻ മലയാളികളും കരുതിയത് തെറ്റുതിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും തയ്യാറാകും എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ എന്നാൽ EP ജയരാജൻ്റെ പ്രസ്താവന വന്നത് ഇത് മോദിക്കെതിരായിട്ടാണ്. സത്യത്തിൽ MTയുടെ പ്രസ്താവന മുഖ്യമന്ത്രി കരണക്കുറ്റിക്കേറ്റ പ്രഹരമാണ്. കരണക്കുറ്റി കൊടുത്ത അടിപൊളിയാണ്. കരണക്കുറ്റിക്ക് അടികൊണ്ട ഒരാൾ എന്നെയല്ല തല്ലിയത്, അടുത്ത ആളെയാണ് തല്ലിയത് എന്ന് പറയുന്നത് പോലെയല്ലേ ഈ മുഖ്യമന്ത്രിയെയല്ല വിമർശിച്ചത്, നരേന്ദ്രമോദിയെയാണ് വിമർശിച്ചത് എന്ന് പറയുന്നത്. ഇത് പരിഹാസ്യമാണ്, ബാലിശമാണ്. EMSനെയാണ് മാതൃകയാക്കാൻ MT പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ നമുക്ക് വ്യാഖ്യാനിച്ചാൽ EMS അദ്ദേഹം ഒരു മാതൃകയായിരുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. EMSനെ മാതൃകയാക്കാൻ ബഹുമാന്യനായ MT നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടുവോ? EMSനെ മാതൃകയാക്കാൻ ആരോടാണ് ആവശ്യപ്പെടുക? അത് സ്വാഭാവിക മുഖ്യമന്ത്രിയോട്. ഈ മുഖ്യമന്ത്രി ഇരുത്തിയിട്ട് വിരൽ ചൂണ്ടാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത്, അല്ലെങ്കിൽ വിരൽ ചൂണ്ടി പറയുമായിരുന്നു. അദ്ദേഹം വിരൽ ചൂണ്ടാതിരുന്നത് MTയെ പോലുള്ള മഹാത്മാവിൻ്റെ മഹാമനസ്കത കൊണ്ടാണ്, അല്ലെങ്കിൽ വിരൽ ചൂണ്ടി പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതാണ് ഇന്നലെ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാന സ്തംഭമായിട്ടുള്ള ശ്രീ MTയുടെ പ്രതികരണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ LDF സർക്കാരിനെതിരായിട്ട് കേരളത്തിലാകമാനം പ്രതിഷേധം അലയടിച്ചുയരുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.